ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയിൻ സ്ക്വാഡ്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് മൺഡേ വരുന്ന നാളെ വരുന്ന പാക്കും കാര്യങ്ങളുമാണ്. നാളെ വരുന്ന പാക്കും അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റിന് ശേഷം ഡാറ്റാബേസിൽ ആഡ് ചെയ്തേക്കുന്ന കുറച്ച് പ്ലെയേഴ്സാണ്, എപ്പിക് പ്ലെയേഴ്സാണ്. ഇത് നാളെ വരുന്നത് അതായത് നാഷണൽ ഗാർഡിയൻസ് പാക്കാണ്. അതിൽ വരുന്നത് ഒന്ന് മെയിനായിട്ട് ഇതാണ് നെസ്റ്റ. ഇതിപ്പോൾ നമുക്ക് ഗെയിമിൽ തന്നെ ഒരുപാട് നെസ്റ്റ വന്നിട്ടുണ്ട്. ലാസ്റ്റ് AC മിലാൻ്റെ വന്നിരുന്നു. എന്നിരുന്നാലും ഇത് ഡിഫറെൻ്റ് ആയിട്ട് സ്കില്ലാണ്. ഏരിയൽ ഫോർട്ടാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ കണ്ട പോലെ ഏരിയൽ ഫോർട്ടിൻ്റെ കുറച്ച് ഷോർട്ട് ടൈമും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. മേ ബി എനിക്ക് തോന്നുന്നു എപ്പിക്കിൽ ഏരിയൽ ഫോർട്ട് മുന്നേ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. പിന്നെ നല്ല സ്പീഡുള്ള പ്ലെയറാണ്. നമുക്കറിയാം നമ്മൾ പല നെസ്റ്റയുടെ കാർഡ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. 90 സ്പീഡ്, 82 ആക്സലറേഷൻ വരുന്നുണ്ട്. ഹെഡിങ് കാര്യം 78 വരുന്നുള്ളൂ. പക്ഷേ ഏരിയൽ ഫോർട്ട് ഉള്ളതുകൊണ്ട് അതൊരു വിഷയമാകില്ല. ജമ്പിങ് 92ഉം ഫിസിക്കൽ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 78 ഹെഡിങ് വരുന്നുള്ളെങ്കിലും ഹൈറ്റ് ഉണ്ട്. 187 ഹൈറ്റുള്ള ഒരു പ്ലെയറാണ്, നമുക്കറിയാം. പിന്നെ നെക്സ്റ്റ് ഇതായിട്ട് വരുന്നത് പുതുതായിട്ട് വരുന്നത് മാർട്ടിൻ കാക്കറസ്. നമുക്കറിയാം ഉറുഗ്വേയുടെ പ്ലെയറാണ്. അത്ര OP ലെവൽ പ്ലെയറൊന്നും അല്ലായിരുന്നു. എന്നിരുന്നാലും ഇതിപ്പം വരാൻ മെയിൻ കാരണം ഇപ്പം ഒരു അംബാസഡറാണ് മാർട്ടിൻ കാക്കറസ്. അപ്പം പുള്ളിയുടെ ഒന്ന് വരുന്നുണ്ട്. ഫോർട്രസ് ആണ് അഡീഷണൽ സ്കില്ല്. ഒഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ടാണ് വരുന്നത്. അതും ഏജ് കുറഞ്ഞ കാർഡാണ്. നെസ്റ്റയുടെയും 24 ആണ്. ഇതും 24 ഇയേഴ്സാണ് വരുന്നത്, ഓൾഡാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം ഡിഫെൻസീവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്പീഡുണ്ട്, ഹെഡർ ആവശ്യത്തിനുണ്ട്. 180 ഹൈറ്റുള്ളൊരു പ്ലെയറാണ്. പിന്നെ നമുക്ക് ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് ആൻഡ് സെൻറ്റർ ബാക്ക് ഈ 3 പൊസിഷനിലും ആളെ കളിപ്പിക്കാൻ പറ്റും. അതാണ് മെച്ചം. നല്ല സ്റ്റാമിനയുള്ള പ്ലെയറാണ്. നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ 106 CBക്കുള്ള കാര്യങ്ങളുണ്ട്. ഇൻ ഗെയിമിൽ 99 കാണിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഒരു 106 CBക്ക് ഓവറോൾ ഉള്ളത് നമുക്ക് CB ആയിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്യാൻ കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, നമുക്ക് ഒരുപാട് ലെഫ്റ്റ് ബാക്ക്, ഫുൾ ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. എന്നിരുന്നാൽ കൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അതാണ് ഹ്യൂഗോ ലോറിസ്. നമുക്കറിയാം, അതായത് പെസ്സിലൊക്കെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു ബ്ലാക്ക് ബോളായിരുന്നു ഈ ഹ്യൂഗോ ലോറിസ്. പഴയ പ്ലെയേഴ്സിനൊക്കെ അറിയാൻ പറ്റും. എപ്പിക് ആദ്യമായിട്ടാണ് വരുന്നത്. അതായത് നാഷണൽ ലെവലിൽ ഇത് ഒരുപാട് എപ്പിക് കാർഡുകളുണ്ട്. എന്നിരുന്നാൽ കൂടെ ഇത് സ്മൈക്കിളുടെ ഒരു പുതിയ കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന മുന്നേ പറയാം. നമ്മൾ ഗോളിക്ക് വേണ്ടിയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ സ്മൈക്കിളിന് വേണ്ടി വെയിറ്റ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. എന്നുവെച്ചാൽ യങ് വെർഷൻ ഒരു അടിപൊളി OP ലെവലാണ് ഞാൻ സ്മൈക്കിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ നോക്കുകയാണെങ്കിൽ പുതിയ കുറച്ച് എപ്പിക് കാര്യങ്ങൾ ആഡ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഇത് പുതുതായിട്ട് വന്നേക്കുന്ന അംബാസഡർമാരാണ്. അതിലിപ്പോൾ ഓൾറെഡി ഹ്യൂഗോ ലോറിസ് വന്നു, അത് കഗറസ് വന്നു. ഇനിയിപ്പം വരാനാണെങ്കിൽ ജിറൂദിൻ്റെ ഒരു കാർഡ് വരാൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഡാറ്റാബേസ് ആഡ് ചെയ്താണ്. ലോറൻസ് ഇൻസിഗ്നേൻ്റെ കാർഡ് വരുന്നുണ്ട്. റിക്കി ബൂഗിൻ്റെ കാർഡ് വരാറുണ്ട്. പിന്നെ മാർക്കസ് റൂയിസ് ഓൾറെഡി അംബാസഡർ ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇതിൽ ഒഫീഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടില്ല. മേ ബി എങ്ങനെ വരുമെന്ന് അറിയില്ല. എന്നിരുന്നാൽ നമുക്ക് റോസിൻ്റെ ഒരു കാർഡോടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന എപ്പിക്ക്. പിന്നെ റുമിയുടെ ഒരു കാർഡ് വരുന്നുണ്ട്. കോയിൻ സേവ് ചെയ്യുക. അടിപൊളി ഒരു കാർഡ് റുമിയുടെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് പുതിയ ഡാറ്റാബേസിൽ ആഡ് ചെയ്തിരിക്കുന്ന കാർഡുകൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.